യോഹന്നാന്റെ 1-ാം ലേഖനം 5:13. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനു തന്നെ. ദൈവത്തിൻ്റെ അതുല്യമായ വാഗ്ദത്തങ്ങളിൽ അതിപ്രാധാന്യമുള്ളതാണ് നിത്യജീവൻ എന്ന വാഗ്ദത്തം. പാപത്താൽ മരണത്തിന് അധീനനായ മനുഷ്യനെ അതിൽ നിന്ന് വിടുവിച്ച് ദൈവത്തോടൊത്ത് നിത്യകാലം വസിക്കാൻ അവസരം നൽകുമെന്നതാണ് നിത്യജീവൻ എന്ന വാഗ്ദത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സകല മനുഷ്യർക്കും ദൈവം ഈ അവസരം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ എല്ലാവരും അതനുഭവിക്കുന്നില്ല. അതേതെങ്കിലും കഠിനമായ കാര്യങ്ങൾ ചെയ്ത് നേടിയെടുക്കാനുള്ളതുകൊണ്ടല്ല, കേവലം ഹൃദയപൂർണമായ വിശ്വാസം കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നതാണ്. മറ്റൊന്നിനാലും നേടിയെടുക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചേ തീരൂ. പക്ഷെ പലർക്കും യുക്തിസഹമായി തോന്നാത്തതിനാൽ അത് പ്രാപിക്കാനാവുന്നില്ല. എന്നാൽ ചിലർ ഈ ലളിതമായ ദൈവിക പദ്ധതിയെക്കുറിച്ച് അറിയാത്തതിനാൽ ഈ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയാത്തവരാണ്. തൻ്റെ ശിഷ്യരോട് ലോകമെമ്പാടും സാക്ഷികളാകാൻ യേശു ആവശ്യപ്പെട്ടതിൻ്റെ കാരണവും മറ്റൊന്നല്ല. ജീവിതം തന്നെ അതിനായി സമർപ്പിച്ച് ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. ലോകം അവരെ ബുദ്ധിഹീനരെന്ന് ഇന്ന് ആക്ഷേപിച്ചാലും തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും അവർ തിരിച്ചറിഞ്ഞാണ് അത് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ നിത്യജീവൻ എന്നത് പ്രപഞ്ചത്തിലെ മറ്റെന്തിനേക്കാളും വിലയേറിയതാണ് എന്ന് അവർ മനസ്സിലാക്കി ആ ദൗത്യം തുടരുന്നു. വിശ്വാസമാണ് നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറഞ്ഞല്ലോ. ആ വിശ്വാസം യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നത്രേ. മറ്റൊരു വിശ്വാസത്തിനും ഈ വാഗ്ദത്തം പ്രാപിക്കാൻ നമ്മെ യോഗ്യരാക്കാനാവില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു ചില വ്യക്തികളോട് പറഞ്ഞത് അവരുടെ വിശ്വാസം യേശുവിൽ ദൈവപുത്രനിൽ ആകയാലാണ്. തെറ്റായ വിശ്വാസം വിശ്വാസമേ അല്ല. തെറ്റായ വിശ്വാസം കേവലം സങ്കല്പം അഥവാ ഭാവന മാത്രമാണ്. ദൈവം പറഞ്ഞത് കാണാനായില്ലെങ്കിലും സത്യമാകയാൽ അംഗീകരിക്കുന്നതാണ് വിശ്വാസം. യേശുവിൽ വിശ്വസിച്ച നമുക്ക് നിത്യജീവൻ ഉണ്ട്. God bless you.